കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. മറ്റൊരു വിരോധാഭാസം ഇന്നലെ 1/1/2024 ജനുവരി 1-ാം തീയതിയാണ്. എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു. തിരുവനന്തപുരത്ത് SFIക്കാർ ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിച്ചു. രണ്ടിന്റെ FIR ആണ് എൻ്റെ കയ്യിലുള്ളത്. 1/1/2024 ജനുവരി 1-ാം തീയതി എടുത്ത 2 FIR. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം. യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തതും ഒരേ കുറ്റം, SFIക്കാർ ചെയ്തത് ഒരേ കുറ്റം. പക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ്, SFIക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ്. SFIക്കാരുടെ വകുപ്പുകൾ 143, 147, 149 IPC. യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി എറണാകുളത്ത് എടുത്ത കേസ് 143, 147, 353. 353 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ജാമ്യമില്ലാത്ത കേസാണ്. പിന്നെ 283, 149. ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം. SFIക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ജാമ്യമുള്ള കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാത്ത കേസിൽ തുറുങ്കിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഒരേ കുറ്റം. FIR വായിച്ചു നോക്കിയാൽ ഒരേ കുറ്റം, ഒരേപോലെയാണ് FIR എഴുതി വെച്ചിരിക്കുന്നത്. പോലീസിന്റെ ഒരു രീതിയുണ്ട്, FIR എഴുതുന്ന രീതി. തിരുവനന്തപുരത്തെ പോലീസും കൊച്ചിയിലെ പോലീസും ഒരേ രീതിയിൽ FIR എഴുതി വെച്ചിരിക്കുന്ന കേസിലാണ് ഈ ഇത്രയും വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടി വന്നത്. ഞാൻ എറണാകുളത്തെ DCC പ്രസിഡന്റിനെയും എറണാകുളത്തെ MP അടക്കമുള്ള MLA-മാരടക്കമുള്ള ജനപ്രതിനിധികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കുട്ടികളെ തെറ്റായ രീതിയിൽ തുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചപ്പോഴുള്ള അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത്. അപ്പം മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. ഈ നവകേരള സദസ്സ് ആർഭാട സദസ്സാണ്. കേരളം മുഴുവൻ തകർന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോഴും നടക്കുന്നത്. എന്നിട്ട് ചില മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. വളരെ രൂക്ഷമായ അധിക്ഷേപമാണ് നടത്തിയത്. ഞങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച ആളുകളാണ്. പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത വിരുന്നിൽ പോയ ആരെയെങ്കിലും ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയോ? അത് അവരുടെ ഇഷ്ടമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും, പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും. അപ്പൊ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്ന് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ്. അത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല എന്നതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സജി ചെറിയാൻ അത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവ്, അതുപോലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിനെയും ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അത്രയും മോശമായ പരാമർശമാണ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെതിരായി, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി എല്ലാം വ്യാപകമായിട്ടാണ് ഈ നവകേരള സദസ്സിൽ ആക്ഷേപം ചൊരിയാൻ തയ്യാറായത്. ഇപ്പൊ ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുന്നവർക്ക് മരുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയാണുള്ളത്. എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു, വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കോടികൾ ചെലവാക്കി നാട്ടുകാരുടെ പൈസ പിരിച്ച് ഈ ആർഭാട സദസ്സ്, ഈ അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഗുരുതരമായ ഭരണസ്തംഭനമാണ് കേരളത്തിൽ. ഒന്നും നടക്കാത്ത അവസ്ഥ. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും ദയനീയമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂട്ടിക്കഴിഞ്ഞു. ആദ്യം ബെയിലബിൾ ഓഫൻസസ് സെക്രട്ടറി നോൺ ബെയിലബിൾ ആക്കിയതിന് പിന്നിൽ അതിന് ഒരു CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ എന്നതിനപ്പുറം ഒരു ഉന്നതതല ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, CPM ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എല്ലാ സ്ഥലത്തെയും കേസുകൾ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം. ആ ഉപജാപക സംഘമാണ് ഈ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള CPM ആളുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഞാൻ അടക്കമുള്ള ആളുകൾ കമ്മീഷണറെ ബന്ധപ്പെട്ടു. കമ്മീഷണർ നിസ്സഹായാവസ്ഥ പറയുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്,
കൊച്ചി പോലീസ് കമ്മീഷണറുടെ കസേരയിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഇരിച്ചാൽ മതി. ഏരിയ സെക്രട്ടറിയല്ലേ ഏത് വകുപ്പിടണമെന്ന് തീരുമാനിക്കുന്നു. എത്ര എത്ര പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ. ഞാൻ 2 FIR കാണിച്ചു, ഒരേപോലത്തെ കേസ്. നിങ്ങൾ കണ്ടല്ലോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബാരിക്കേഡിന്റെ മുകളിൽ കയറിയെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴിയട എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയാൽ കണ്ടില്ലേ, മോനെ പാലെ കുട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് സമീപനം. ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കണ്ടായിരുന്നു ശരിക്കും. അതുപോലെയല്ല കൊണ്ടുപോയി 2 സമീപനമാണ്, 2 രീതിയിലാണ്. ഇത് 2 മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഗവർണർക്കെതിരായി SFIക്കാർ കരിങ്കൊടി കാണിക്കുന്നത്, കരിങ്കൊടി കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചു കൊടുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി തുറുങ്ങിലടക്കാൻ ശ്രമിക്കുന്നതും. കോടതിയാണ് ജാമ്യം തന്നത് ഇന്നലെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് താങ്കൾ പറഞ്ഞ ഉദ്യോഗസ്ഥർ, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ. അതൊരു സംഘമാണ്. ആ സംഘത്തിന്റെ പേര്, വിവരങ്ങൾ അത് ഞങ്ങൾ താമസിയാതെ വെളിപ്പെടുത്താം. പോലീസിനെ തള്ളി മാറ്റിയിട്ട് പോലീസിനെ അല്ലല്ലോ തള്ളി മാറ്റുന്നത്. ഇവര് കരിങ്കൊടി കാണിക്കുമ്പോൾ പോലീസ് ഇവരെ തള്ളി മാറ്റാനല്ലേ നോക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ FIR വായിച്ചത്. തിരുവനന്തപുരത്തെ FIR അതുപോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? തിരുവനന്തപുരത്തെ FIR എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. FIR കയ്യിൽ കരുതിയ കറുത്ത തുണികൾ ഉയർത്തിക്കാണിക്കും, ആയുധം തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പ്രതികളെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ട് വകുപ്പില്ല. ഏത് ജയിലിൽ പോണ അകത്ത് പോണ വകുപ്പില്ല, ഇവിടെ അതുണ്ട്. എന്നിട്ട് ജയിലിൽ പോണ വകുപ്പ് കൂടി, അകത്ത് പോണ വകുപ്പ് കൂടി ഇവിടെ എഴുതി ചേർത്തേക്കുവാണ്. രണ്ടിന്റെ FIR ഒരേ വാചകങ്ങളാണ്. അപ്പൊ എന്തൊരു നീതി നിർവഹണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇരട്ട നീതിയാണ് കേരളത്തിൽ, ഇരട്ട നീതി. ഈ 2024 ജനുവരി 1-ാം തീയതി ആദ്യത്തെ ദിവസം, ഈ വർഷത്തിന്റെ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ചെയ്ത ഇരട്ട നീതിയാണ് ഇത് രണ്ടും. കാരണം കേരളത്തിൽ ഇനി അറിയാൻ വേറെ ആരുമില്ല. മന്ത്രി അറിഞ്ഞില്ലേ, മുഖ്യമന്ത്രി മറ്റത് അദ്ദേഹത്തിന്റെ ഗൺമാൻ അടിച്ചത് കണ്ടില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പ്രസ്താവനയാണ്. പക്ഷേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാ പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി ശാസിക്കണ്ടേ? മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഒന്നാമത്തെ, ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയ ആളാ. വേറെയും മോശമായിട്ട് സംസാരിച്ചു. കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുക, ഇനി ഒരുത്തരും കേരളത്തിൽ കൃഷി ചെയ്യണ്ട, നീയൊന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാരമില്ല, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പൊങ്കവനെ ഇവർ ചുമക്കുമല്ലേ? ഇത് വീണ്ടും അയാൾ പറയല്ലേ? ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ MM മണിയെ, സജി ചെറിയാനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാം. പണ്ട് കാലത്ത് നാട്ടുംപുറങ്ങളിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും. എന്നിട്ട് അവൻ ചെന്ന് വൈകുന്നേരം ആകുമ്പോൾ ചീത്ത വിളിക്കും മറ്റേ ആളുടെ മുമ്പിൽ വെച്ച്. ഇയാൾക്ക് ഭയങ്കര അപമാനമാണ് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്ക്. അതിൻ്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയൻ ഈ സജി ചെറിയാനെയും MM മണിയൊക്കെ പറഞ്ഞു വിട്ട് ആളുകളെ ആക്ഷേപിക്കുന്നത്. CPM-ന്റെ നീക്കം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതായത് BJP ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ BJPയെ ശക്തിയായിട്ട് എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ഭിന്നിപ്പ്, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ നോക്കിക്കോ, യൂണിഫോം സിവിൽ കോഡ്, പാലസ്തീൻ വിഷയം, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം, ഈ 3 വിഷയം CPM കൈകാര്യം ചെയ്തെങ്ങനെ? CPM അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് നോക്കിയത്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് വേണ്ടി നോക്കിയത്. ഞങ്ങൾ ചെയ്തോ? ഞങ്ങൾ സ്പീക്കറുടെ ഒരു മിത്ത് വിവാദം ഉണ്ടായി. ഞങ്ങളെടുത്ത നിലപാടെന്താ? അന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. താളിക്കത്തിക്കാനല്ലോ നോക്കി. ഇന്ന് അവസാനിപ്പിക്കണം ഈ വിവാദം, ഈ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് അത് വളർത്താൻ സമ്മതിക്കരുത് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നവകേരള സദസ്സിൽ പോയി മുഖ്യമന്ത്രി പറയുന്നത് പാലസ്തീൻ റാലി നടത്താൻ ഞങ്ങൾ ഒരാഴ്ച വൈകിയെന്ന്. ഒരാഴ്ച വൈകി ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? ഞങ്ങളുടെ ഇഷ്ടമല്ലേ? ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് ഡേറ്റ് മേടിച്ചിട്ടാണ്
പാലസ്തീൻ റാലി നടത്തണം. ആദ്യത്തെ റാലി ഞങ്ങളാണ് നടത്തിയത് മലപ്പുറത്ത് DCCയുടെ. എന്നിട്ട് നവകേരള സദസ്സിൽ അദ്ദേഹത്തിന്റെ പരാതി ഞങ്ങൾ നടത്തിയില്ല, വൈകിയ നടത്തിയത്. ഇവര് നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ല, വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ക്ഷണമാണ്. ആ നേതാക്കന്മാരാണ് അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറയും. അത് അടുത്ത മാസം 22-ാം തീയതി. ഇവിടെ ഒരു പത്രം അനാവശ്യമായി അപക്വമായി ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്. അപക്വമായ ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്. തെറ്റായ കാര്യമാണ്. സമസ്ത തന്നെ വ്യക്തമാക്കിയല്ലോ, അത് ഞങ്ങളുടെ നയമല്ല. അതുകൊണ്ടാണ് ഞാൻ സമസ്തയുടെ ജിഫ്രി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സാദിഖ് അലി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ വാചകങ്ങൾ ഉപയോഗിച്ചത്. ഒരു കാരണവശാലും ഈ വിഷയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള മനസ്സോടുകൂടിയാണ് അവർ 3 പേരും ആ വിഷയത്തോട് പ്രതികരിച്ചത്. അതുകൊണ്ട് അവരെ 3 പേരെ അഭിനന്ദിച്ചത്. CPM അങ്ങനെയാണ് ചെയ്യുന്നത്. CPM അത് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുകയാണ്. അത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച അവർ അഭിപ്രായം പറയും. അപ്പൊ ഞങ്ങൾ പറയാം, അതൊക്കെ പറയട്ടെ തന്നെ. അത് കോൺഗ്രസിന്റെ തീരുമാനം വരട്ടെ. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. ആ തീരുമാനം വരട്ടെ, അപ്പൊ ഞങ്ങൾ പറയാം. പ്രസംഗത്തിനെതിരെ പ്രയോഗം അങ്ങനെയാണ്. പ്രസംഗത്തിനെതിരെ പ്രയോഗം ഇത്രയും മോശമായ വാക്കുകൾ കൊണ്ട് MV ഗോവിന്ദനും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ അവ കിടക്കട്ടെ എന്നാണ്. അതായത് ഞങ്ങള് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ നയമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ CPM മന്ത്രിമാര് പറയണത്? പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗോവിന്ദൻ തയ്യാറുണ്ടാവും. അപ്പോൾ ഗോവിന്ദന്റെ ലൈൻ എന്താ? അതവിടെ കിടക്കട്ടെ എന്നാണ്. നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണത്. അതവിടെ കിടക്കോട്ടെ. ഇവരെല്ലാം ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. ഓരോ വിഷയം വരുമ്പോഴും BJPയുടെ സെയിം സ്ട്രാറ്റജി, അതേ തന്ത്രമാണ് CPM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നലെ ഇതുപോലത്തെ ഒരു സംഭവം എറണാകുളത്ത് ഉണ്ടായപ്പോൾ ഇല്ലാത്ത കേസിൽ കരിങ്കൊടി ഒരു അക്രമം ഉണ്ടായില്ലല്ലോ. കരിങ്കൊടി കാണിച്ച് ഏരിയ സെക്രട്ടറി വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് വകുപ്പ് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രതിഷേധിക്കണ്ടേ? ഈ 2 സംഭവങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? ഞങ്ങൾ പ്രതിഷേധിക്കും, ഉറപ്പായിട്ട് പ്രതിഷേധിക്കും. എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പ്രതിഷേധിക്കും. അടിച്ചാൽ തിരിച്ചും കൊടുക്കും. അല്ല, കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് നടക്കുന്നത്. ആ പ്രതിഷേധം നടക്കും. അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. അവരെ മർദ്ദിക്കാനും മറ്റേ ശ്രമിക്കുകയാണ് ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ അപ്പോൾ നോക്കും എന്താ ചെയ്യേണ്ടത്. അവർക്ക് സംരക്ഷണം ഒരുക്കും. ഒരു സംശയം വേണ്ട കാര്യം. അതെങ്ങനെ വ്യക്തിപരമായി മന്ത്രി അഭിപ്രായം പറയണം? എന്താ ആ പറഞ്ഞതിന്റെ അർത്ഥം? റോഷി അഗസ്റ്റിൻ അത് തള്ളിപ്പറയുന്നുണ്ടെന്നാണ് എന്റെ ചോദ്യം. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രസ്താവന നിരുത്തരവാദപരമായി പോയി മന്ത്രി സജി ചെറിയാൻ അത് ക്ഷമാപണം നടത്തി അത് പൂർവകാല പ്രാബല്യത്തോടു കൂടി അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് പറയാം. ഇവരൊക്കെ അവിടെ കിടക്കട്ടെ എന്നാണ് സംഭവം. അവിടെ കിടക്കുകയാണ് ആ പ്രസ്താവന. ആ പ്രസ്താവന അവിടെ പോയിട്ടില്ല. മുഖ്യമന്ത്രി 48 മണിക്കൂറായി ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. അല്ല, അവർ തള്ളിപ്പറയണ്ടേ? ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താമോ? ഭരണഘടനാ പദവിയല്ലേ? ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്? എത്ര മോശമായ അധിക്ഷേപകരമായ പരാമർശമാണ് നടത്തിയത്. ഇത് എന്ത് പരിശോധനയാണ് വേണ്ടത്? ഇതെന്താ പോസ്റ്റ്മോർട്ടം നടത്തണം? എന്ത് പരിശോധനയാണ് നടത്തേണ്ടത്? എല്ലാവരും കാണുക പരസ്യമായിട്ട് പറഞ്ഞു. അന്ന് പറഞ്ഞപ്പോ 48 മണിക്കൂറിനകം രാജിവെച്ചല്ലോ. ഇത് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത്രയും മോശമായ പരാമർശം ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു മന്ത്രി നടത്തുമ്പോൾ അയാളുടെ രാജിവെച്ച് ഇറങ്ങി പോകാനാണ് ആവശ്യപ്പെടുന്നത്. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല. അതായത് പാർട്ടി പ്രവർത്തകർക്ക്
വേദനയുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തുകയോ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുകയോ ചെയ്യില്ല. അപ്പം എൻ്റെ കാര്യമൊന്നും പ്രതീക്ഷിക്കണം. ഞങ്ങൾക്കത് കൃത്യമായ നിലപാടുകളാണ്. കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് 2020 വൈറ്റ് പേപ്പറിലും 2023 ഇറക്കിയ വൈറ്റ് പേപ്പറിലും വളരെ വ്യക്തമായി ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ നിരവധിയായ കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഈ 14ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും വ്യത്യാസം. ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങളുടെ എം പിമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കണ്ട് അതിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇവരുടെ കഴിവുകേട് കൊണ്ടുണ്ടായ മുഴുവൻ കാര്യങ്ങൾക്കും ഇവർ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഇവർ രക്ഷപ്പെടാൻ നോക്കാം. ഞങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നികുതി പിരിവ്, സ്വർണത്തിൽ നിന്നുള്ള നികുതി പിരിവ്, ബാറുകളിൽ നിന്നുള്ള നികുതി പിരിവ്. കേരളം ഇന്ന് നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ്. 1000 ജീവനക്കാരാണ് GST വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുന്നത്. വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറുമ്പോൾ കേരളത്തിലെ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ 5 കൊല്ലമായി ആവശ്യപ്പെടുകയാണ്. ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല. ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ്. ഞാൻ കേട്ടിട്ടുണ്ടോ 1000 പേര് GST വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുക. കാരണം ആ സിസ്റ്റം അല്ല GST. 30,000 കോടി രൂപയാണ് ഇപ്പോൾ IGSTയിൽ നിന്ന് കേന്ദ്ര പൂളിൽ കിടക്കുന്ന പണം കണക്ക് കൊടുക്കാത്തതുകൊണ്ട് കിട്ടാതെ. അത് ആരുടെ തലയിൽ ചാത്തണം? സെൻട്രൽ പൂളിൽ വരും. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവത്തിന് അവിടെ നേരത്തെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ സെയിൽ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്താൽ അത് ആ സെൻട്രൽ പൂളിൽ കിടക്കുന്ന പണം IGSTയിൽ കിട്ടും. ഒരു കൊല്ലം 5000 കോടി രൂപയാണ് കേരളം നഷ്ടപ്പെടുന്നു. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി സമ്മതിച്ചല്ലോ. ഞാൻ ഈ നിയമസഭയിൽ ഇത് ആദ്യമായി പറഞ്ഞു. പിന്നീട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് വന്നു. ഇത് ശരിയാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 30,000 കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാര എമൗണ്ടാണ്. അത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ്, ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മുഴുവൻ. എല്ലാ സാധനവും കേരളത്തിൽ വിൽക്കുക. ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഇല്ല. B2B ബിസിനസ്സും B2C ബിസിനസ്സും എന്നുവെച്ചാൽ കച്ചവടക്കാർ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുന്നതും. ഇപ്പോൾ ഞാനൊരു വീട് വയ്ക്കുകയാണ്, 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. അതിനാവശ്യമായ ടൈലൊക്കെ ഞാൻ ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന് ഞാൻ വീട് പണിയാണ്. അതാണ് B2C. ഇത് കേരളത്തിൽ നടക്കുകയാണ്. ടാക്സ് വെട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. അത് നോക്കാൻ വകുപ്പില്ല. ഇത്രയും നിഷ്ക്രിയമായ ഒരു വകുപ്പ് ധനകാര്യ വകുപ്പിനെ പോലെ ഇല്ല. ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് 44 ദിവസം മാറിയിരിക്കുക. ട്രഷറി താഴിട്ട് പൂട്ടിയിട്ടാണ് മാറിയുന്നത്. സാധാരണ മറ്റ് മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് പോലെ ധനകാര്യമന്ത്രിമാർ യാത്ര ചെയ്യില്ല. അവർ കൂടുതൽ സമയം തിരുവനന്തപുരത്തുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന എറണാകുളം പോലത്തെ സ്ഥലങ്ങളിൽ വന്നൊരു മീറ്റിംഗ് കൂടി ടാർഗറ്റൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യണില്ല. എങ്ങനെ 44 ദിവസം ധനകാര്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റിയത് ഞങ്ങളെ വിസ്മയിപ്പിക്കുകയാണ്. താഴിട്ട് പൂട്ടി ട്രഷറി. ഒരു പൈസയില്ല. പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിൻ്റെ കാശ് ബില്ല് കൊടുത്താൽ കിട്ടില്ല, മാറി കിട്ടില്ല. അതാണ് സ്ഥിതി. അത്ര ദയനീയമാക്കി. എന്നിട്ട് നവകേരള സദസ്സിൽ എന്തൊക്കെ പറയുന്നു, ഏതെല്ലാം പറയുന്നു, പരസ്പര ബന്ധമില്ലാതെ പറയുന്നു. പാലായിലെ KM മാണിയുടെ നാട്ടിൽ അവിടുത്തെ MP-ക്ക് റബ്ബറിനെ കുറിച്ച് സംസാരിക്കാനുള്ള അനുവാദമില്ല. പിന്നെ ഏത് വിഷയമാണ് ഇവർ ചർച്ച ചെയ്യും? ഏത് വിഷയം? എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒറ്റ ചോദ്യമുള്ളൂ. ഈ 44 ദിവസത്തെ ഈ ആർഭാട നാടകം നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ, സങ്കടം മാറ്റാൻ, വിഷമം മാറ്റാൻ നിങ്ങൾക്ക് കഴിക്കും? ഒരാളുടെ 513 രൂപ കുറച്ച് 4 ലക്ഷത്തിൻ്റെ. വേറെ ഞാൻ പേരാമ്പ്ര ചെന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു 25 പ്രാവശ്യം ഒരു കെട്ടിടത്തിൻ്റെ നമ്പർ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചു, നടന്നില്ല. അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത്. നേരെ കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മറുപടി കിട്ടി. എന്താണെന്ന് അറിയാം? പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി. ഇതുപോലെ പഞ്ചായത്തുകളിലേക്കൊക്കെ ഈ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പരാതി പഞ്ചായത്തുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കണ്ടാൽ ചിരിച്ചിരിച്ച് നമ്മൾ മണ്ണ് വെക്കും. അവിടെ ഞാൻ സ്പിന്നിങ് മില്ല് സന്ദർശിച്ചു. നമ്മുടെ എടരിക്കോട് 10-20-25 കോടി രൂപയുടെ ബാധ്യതയിരിക്കുകയാണ് സ്പിന്നിങ് മില്ല്. അവർ കൊണ്ടുപോയി പരാതി കൊടുത്തു നവകേരള സദസ്സിൽ. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തേക്കാണ്. 25 കോടി രൂപയുടെ
സ്പിന്നിങ് മില്ല്, സംസ്ഥാനത്തിൻ്റെ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്പിന്നിങ് മില്ല് പൂട്ടിയതിന് പരാതി നേരെ പഞ്ചായത്ത്. ആർക്ക് എന്താണ് എങ്ങോട്ടാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഒരു പിടിയില്ല. 5 മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ വന്ന് പരാതികൾ സ്വീകരിച്ചു, ലക്ഷക്കണക്കിന് പരാതി. അത് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല, ചാക്കി കെട്ടി വെച്ചേക്കാണ് തിരുവനന്തപുരത്ത്. ഈ രണ്ടാമതുള്ള പരാതിക്ക് കറക്റ്റ് മറുപടിയാണ് ഒരാഴ്ചക്കൂടെ. വേറൊരാൾ സപ്ലൈ ഓഫീസറെ കാണാൻ പോയി, എന്നോട് ഒരു ചെരുപ്പ് തേഞ്ഞ്, അതായത് APL കാർഡ് BPL കാർഡാക്കി. നവകേരള സദസ്സിൽ പരാതി കൊടുത്തു, മറുപടി കിട്ടി ഒരാഴ്ചക്കുള്ളിൽ. സപ്ലൈ ഓഫീസറെ കണ്ടാൽ ഇതാണ് നടക്കുന്നത്. ഈ ആളുകളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ നാടകം അശ്ലീല നാടകം, ആർഭാട നാടകം എന്നൊക്കെ പറയുന്നത്. എൻ്റെ ചോദ്യത്തിൽ ഒരാളുടെ സങ്കടം മാറ്റാൻ 40 ലക്ഷം രൂപയ്ക്കോ 50 ലക്ഷം രൂപയ്ക്കോ നാട്ടുകാരുടെ പണം പിരിച്ച് സ്റ്റേജിട്ട് പരിപാടി നടത്തിയ ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റിയോ?